നമ്മൾ എത്തി നിൽക്കുന്നത് ബലൂൺ കേവ് അഥവാ നിഗൂഢതകളുടെ ലോകം. ഈ കാണുന്ന ഭൂമിക്ക് താഴെയായിട്ട് കിലോമീറ്റർ കണക്കിന് ദൂരം, നമുക്ക് കണ്ണെത്താ ദൂരം, ഏകദേശം 2.5-3 കിലോമീറ്റർ ദൂരം ഒരേ ദിശയിലല്ല പല ഏരിയയിലേക്കായിട്ട് തിരിഞ്ഞ് പുളഞ്ഞ് വളഞ്ഞ് ഒരു ഗുഹയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പണ്ട് സന്യാസത്തിന് വേണ്ടിയിട്ടെല്ലാം ഉപയോഗിച്ച ഗുഹയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ഒരു ഗുഹയുടെ ഈ ഒരു ഏരിയയുടെ ഒരു അടയാളമായിട്ടാണ് ഈ പ്രതിമ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രതിമയുടെ ചുറ്റുഭാഗം നോക്കുമ്പോൾ നല്ല മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കൂടുതൽ ഹൈറ്റിലേക്ക് ഇത് വളർന്നിട്ടുണ്ടാവില്ല, താഴത്തു തന്നെ പടർന്ന് പന്തലിച്ചിട്ടുള്ള രൂപത്തിലാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. ചിലപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്തിട്ട് കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ച് തിരിച്ച് വെക്കുന്നത് കൊണ്ടും കമ്പുകൾ കൂടുതൽ കുത്തി വെക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇതിങ്ങനെ ഹൈറ്റില്ലാതെ പല ദിശയിലേക്കും പടർന്ന് പന്തലിക്കുന്നു എന്നെല്ലാം എനിക്കിങ്ങനെ തോന്നിപ്പോയി. ആ ഒരു പ്രതിമയിലേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ട് തന്നെയാണ് വൈറ്റ് നിറത്തിലാണ് ആ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ വന്നൊരു സ്ഥലമാണ് ഈ നോക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ കാണുന്ന 2 സൈഡിലുമായിട്ട് മരങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ കൊട്ടവണ്ടിയിലൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇരുന്ന് വന്നിട്ടുള്ളത്. ആട്ടിൻകുട്ടികളെ കൊണ്ടുവരുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ആ രൂപത്തിലെല്ലാം വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് ആവശ്യം, അത് ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇവർ അത് നിറവേറ്റും എന്നുള്ളത് ഈ ഒരു ആന്ധ്രാപ്രദേശിലെ ആളുകളുടെ ഒരു പ്രത്യേകത ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മേലെ ഭാഗത്തായിട്ട് കാണുന്ന എയർ സർക്കുലേഷൻ്റെ സംഭവങ്ങളെല്ലാം തന്നെ അടിയിലെ ഗുഹയിലേക്കാണ് കണക്റ്റിങ് ചെയ്തിട്ടുള്ളത്. അടിയിലെ ഗുഹയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്സിജൻ്റെ സ്രോതസ്സ് വളരെ കുറവാണെന്നും കൂടുതൽ ആളുകൾ ഒരേ ഏരിയയിൽ നിൽക്കരുത് എന്നെല്ലാം ഇവിടുന്ന് പറഞ്ഞു കേൾക്കുന്നതൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ ടോക്കൺ എടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഗുഹയിലേക്കുള്ള ഒരു എൻട്രൻസിൻ്റെ തുടക്കം. ഇവിടെ ഇങ്ങനെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് തുടക്ക ഭാഗം. ഈ കാണുന്ന ഒരു ഔട്ടർ ലുക്കാണ് ഗുഹയിലേക്ക് കടക്കുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കൂടുതലും കടപ്പ് കൊണ്ട് തന്നെയാണ് ഇവിടെ കാണുന്ന സംഭവങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് വേറൊരു ഹൈലൈറ്റാണ്. മതിലുകളൊക്കെ തന്നെ ആ ഒരു കടപ്പക്കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറുന്തോറും നമുക്ക് കൂളിംഗ് ആണ്, പൊതുവേ ഉള്ളിൽ കൂളിംഗ് ആണ് നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. ഈ കാണുന്ന ഒരു ഏരിയ ഇതിൻ്റെ തുടക്ക ഭാഗമാണ്. ഇവിടെ താഴേക്ക് ഇറങ്ങാനായിട്ട് ഇതുപോലെ ഇരുമ്പിനാൽ തീർത്ത ഒരു കോണി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയ തുടങ്ങും എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. പിന്നീട് താഴെ നിന്ന് നമ്മൾ മേലേക്ക് നോക്കുമ്പോൾ ഇത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഒരു പാറ പോലത്തെ ഈ ഒരു കടപ്പക്കല്ലിൻ്റെ അടിയിലൂടെയാണ് ഈ ഗുഹയിലേക്കുള്ള ഒരു കയറുന്നൊരു ഭാഗം വരുന്നത്. കയറിയ ഉടനെ തന്നെ ഇതുപോലൊരു എൻട്രൻസ് ഏരിയ കിട്ടുന്നുണ്ട് വിശ്രമിക്കാനായിട്ട്. ഇവിടെ മാത്രമേ വെളിച്ചമുള്ളൂ. ഇനി അങ്ങോട്ട് വെളിച്ചമില്ലാത്ത റൂട്ടിലൂടെയാണ് നമ്മളെ യാത്ര. ഇത് നമ്മൾ മേലെ നിന്ന് കണ്ട ഒരു ഏരിയയാണ്. ഒരു കിണറിനെ മാതൃകയാക്കിയിട്ട് വെളിച്ചം വരാനായിട്ട് വേണ്ടിയിട്ട് സൃഷ്ടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. മഴക്കാലത്തെല്ലാം തന്നെ അതിലൂടെ വെള്ളമെല്ലാം ഉറ്റിച്ചാടുന്നതൊക്കെ ഭയങ്കര രസകരമായിട്ടുണ്ടാകും എന്നെല്ലാം ഞാനിങ്ങനെ ഓർത്തുപോയി. പിന്നീട് നിലഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഡിസൈനിങ്ങിലായിട്ട് തന്നെ കടപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീർത്തതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുപാടും ഇതുപോലെയാണ്. പിന്നീട് നമ്മൾ ഗുഹയുടെ ഉൾഭാഗത്തേക്കായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ബൾബുകൾ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ച് നിർത്തിയത് കൊണ്ട് നമുക്കിവിടെ വെളിച്ചങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. കുറേ ആളുകൾ ബാക്കിലും മുന്നിലുമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഭയമുണ്ടാവില്ല. എങ്കിലും നമുക്ക് ഇവിടെ കുറേ ഏരിയകൾ ഇങ്ങനെ ക്ലോസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഏരിയയിലേക്കൊക്കെ നമ്മൾ പോകാൻ പാടില്ലാത്ത ഏരിയകളാണ്. ആ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുട്ടിൻ്റെ ഉള്ളി അറയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. പിന്നീട് തിരിച്ചു വരാനും വന്ന റൂട്ടിലേക്ക് എത്തിപ്പെടാനും വളരെയധികം പ്രയാസപ്പെടും എന്നുള്ളതാണ്. അതായത് ഇരുട്ടറയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. ഈ പോകുന്ന ഏരിയകളെല്ലാം തന്നെ ബൾബിനാലെല്ലാം തന്നെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ലൈറ്റുകൾ കൂടുതലായിട്ട് നമുക്ക് കാഴ്ച നൽകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മേലെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ നമ്മളെ കടപ്പയുടെ അടിഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം തന്നെ ഇങ്ങനെ വെട്ടിയെടുത്ത ഭാഗങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പണ്ട് നമ്മൾ ചരിത്രങ്ങളിലെല്ലാം കേട്ടിട്ടില്ലേ, ഒരു കോട്ടയിൽ നിന്ന് മറ്റേ കോട്ടയിലേക്ക് ഗുഹകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഗുഹകൾ ഉണ്ടായിരുന്നു എന്നെല്ലാം കേട്ടിരുന്നില്ലേ. അതൊക്കെ ഇവിടെ വരുമ്പോൾ അതിങ്ങനെ ഡയറക്റ്റ് കാണുമ്പോഴാണ് നമ്മൾ ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്നത്. കേട്ടുകേൾവിയോ അല്ലെങ്കിൽ കെട്ടുകഥയോ അല്ല, ഇത് നമ്മൾ ഡയറക്റ്റ് കാണുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ പേടിപ്പെടുത്തുന്ന ഏരിയയിലേക്കൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചളി പുരണ്ട ഏരിയ ഒക്കെ കണ്ടില്ലേ. അതായത് മേലെ ഭാഗത്തു നിന്നുള്ള കിനിവ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഏരിയയിൽ ചളി അങ്ങോട്ട് പരന്നിക്കാണ്.
അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പിന്നെ കൂടുതൽ പോകാൻ തോന്നുന്നില്ല. കാരണം അവിടെ ഒരു ജാതി സ്മെല്ല് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ വവ്വാലിൻ്റെ ഒക്കെ കാഷ്ടത്തിൻ്റെ ഒക്കെ മണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ആ ഏരിയയിലേക്കൊന്നും ആരും പോകുന്നതൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും റിട്ടേൺ തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ലോകമാണ്. കിലോമീറ്റർ കണക്കിന് 2.5-3 കിലോമീറ്റർ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ദൂരം തന്നെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തരം തിരിഞ്ഞിട്ട് പല ദിശയിലേക്കുമായിട്ട് പോയിട്ട് ഈ ഗുഹ അവസാനിച്ച് നിൽക്കുന്ന ഏരിയകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മാപ്പ് ഇതിൻ്റെ തുടക്ക ഭാഗത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെട്ടും. നമ്മൾ ഇത്രത്തോളം ഉള്ളിലേക്ക് പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കൽ ആ മാപ്പ് കാണുമ്പോഴാണ്. അത് തുടക്കത്തിൽ കാണാൻ പാടില്ല, ലാസ്റ്റ് വന്നിട്ട് കാണണം. അപ്പോഴേ നമുക്ക് ഇത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം നടന്നിട്ടാണല്ലോ നമ്മൾ തിരിച്ചു വന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നടക്കാത്ത ഭാഗമാണ്, നടക്കുന്ന ഭാഗത്തിലും കൂടുതലായിട്ട് ആ ഒരു മാപ്പിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. പോകുന്ന ഏരിയയിലൊക്കെ തന്നെ ഇതുപോലെ ഇങ്ങനെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് 2 ദിശയിലേക്കും 3 ദിശയിലേക്കൊക്കെയുമായിട്ടുള്ള ഗുഹകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെയൊക്കെ തന്നെ ക്ലോസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും കയറാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. ഈ കാണുന്ന ഇരുട്ടറയിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ കയറിയ ഒരനുഭവം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നീട് തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ താഴെ ഭാഗത്തേക്കുള്ള അറ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇത് ഇങ്ങനെ നീണ്ടിട്ട് നേരെ ആണെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സിലെ അറ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ വളഞ്ഞു പൊരിഞ്ഞ് തിരിഞ്ഞ് ഉള്ളൊരു ഗുഹ ആയിരിക്കാമല്ലോ. അതാണ് ഇതിലെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് വന്ന ഓർമ്മ. ഈ ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പല ഫെസ്റ്റിവലിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ച പല രൂപങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇതാദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. നെട്ടിച്ചു പോയി. ഈ ഒരു ഭാഗത്തേക്ക് എന്നെ പറഞ്ഞയച്ചത് നമ്മളൊരു സബ്സ്ക്രൈബറാണ്. അവനക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തിയൊരു സ്ഥലം. ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തതും എനിക്ക് ഇങ്ങോട്ട് വന്നേ പറ്റൂ എന്നുള്ളത് രീതിക്കാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ കാണുന്നതാണ് നമ്മൾ പോകുന്ന വഴികളാണ് ഈ കാണുന്നതൊക്കെ. ഇടുങ്ങി തിരിങ്ങി ഞെരുങ്ങി കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ പോകേണ്ട റൂട്ടുകളൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത് എന്നുള്ളതാണ്. വീഡിയോ നമ്മൾ ലെങ്ത്തായിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു 2 പാർട്ടാക്കിയിട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശമാണ്. കാരണം A to Z വീഡിയോ കൊണ്ടുവരണം, ഭാവിയിൽ എനിക്ക് തന്നെ ഇരുന്ന് കാണാമല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു സത്യാവസ്ഥ. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഭാഗമായിട്ട് വീണ്ടും ഒരു വീഡിയോ രണ്ടാം ഭാഗം നമുക്ക് ചെയ്യാം. ഇത് കണ്ടതിൻ്റെ ശേഷം അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു A to Z വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.